നമ്മൾ ഇന്ന് ഈ മദനീയം പരിപാടി നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിള് സബീഹ് നൂറാനിയുടെ വീട്ടിൽ വെച്ച അള്ളാഹുവിന്റെ ഖളാ പ്രകാരം നാഥനായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് പ്രിയപ്പെട്ട സബീഹ് നേരത്തെ യാത്രയായി. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ അജലിയായ ഖളാ എത്തിയാൽ ഒരാൾക്കും ഒരു നിമിഷം പോലും ഈ ദുനിയാവിൽ നിൽക്കാനുള്ള അവകാശമില്ല, അതിന് സാധ്യമല്ല. അള്ളാഹുവിന്റെ ഖളാ എപ്പോഴാണോ ഉണ്ടാവുക അപ്പോഴെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര പോകേണ്ടവരാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും യാത്ര നീ നല്ല യാത്രയാക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സബീഹ് നൂറാനിക്ക് അള്ളാഹുവേ, നീ ശുഹദാക്കളുടെ വലിയ പുണ്യവും വലിയ പ്രതിഫലവും വലിയ ഗുണവും അനുഗ്രഹവുമെല്ലാം ഖബറിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം നന്നാവുക, ആഖിറത്തിലേക്ക് സമ്പാദിക്കുക, ജീവിതം അള്ളാഹുവിന് വേണ്ടിയാവുക, ആഖിറത്തിൽ ഒരുപാട് ഉപകാരമുള്ള അമലുകൾ ദുനിയാവിൽ വെച്ച് ചെയ്യുക എന്നതാണ് ഒരാളുടെ ജീവിതകാലത്ത് ഒരാൾക്ക് ലഭിക്കുന്ന വലിയ ഗുണം. പ്രിയപ്പെട്ട ഹാഫിള് സബീഹ് നൂറാനി അൽഹംദുലില്ലാഹ് വളരെയധികം ഭാഗ്യം ലഭിച്ച ഒരു മുതഅല്ലിമാണ്, ഒരു വിദ്യാർത്ഥിയാണ്, ഒരു മോനാണ്. കാരണം അത് പറയാനുള്ള കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയി. ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ പ്രായപൂർത്തിയാകുന്ന സമയമെത്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോവുക, നീണ്ട വർഷക്കാലം ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, ആ ഖുർആൻ ശരീരത്തിൽ ഹൃദയങ്ങളിൽ അവരുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക, ആ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. അങ്ങനെ അങ്ങ് ജീവിച്ച് ആ ജീവിതം കഴിഞ്ഞ് വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് ചെല്ലുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിലേക്കാണ്. നീണ്ട വർഷക്കാലം അള്ളാഹുവിന്റെ ഇൽമ് പഠിക്കുകയാണ്. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം പരിശുദ്ധമായ ദീനിലെ ഒരു ബാബ് പഠിക്കലാണ് എന്നല്ലേ മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചത്. എപ്പോഴാണ് നബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഒരു സ്വഹാബിയോട്, 1 മണിക്കൂർ മാത്രമേ ജീവിക്കുകയുള്ളൂ. എന്താണ് യാ റസൂലല്ലാഹ് 1 മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് കൊടുത്ത മറുപടി, 1 മണിക്കൂർ നീ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ 1 മണിക്കൂർ ചെയ്യേണ്ടത് ഇഷ്തഗിൽ ബിൽ ഇൽം, നീ ഇൽമു കൊണ്ട് ജോലിയാവണം, നീ ഇൽമു കൊണ്ട് ശുഗലാകണം. അപ്പൊ അള്ളാഹുവിന്റെ ദീനിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ദീനുമായി ശുഗലാകുക. അങ്ങനെ ആ ദീനുമായി ശുഗലാകുന്നതിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് ഉസ്താദുമാരുടെ ഒക്കെ പൊരുത്തം സമ്പാദിക്കുക. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ഖാദിമായി കുറെ കാലം ജീവിക്കുക. ഉസ്താദിനെ കുറിച്ച് എല്ലാവരോട് ചോദിക്കുക, ഉസ്താദിന് എന്താണ് ഇഷ്ടം, ഉസ്താദ് ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത്, ഉസ്താദിനെ കുറിച്ച് എപ്പോഴും ഉസ്താദ് വന്നോ, ഉസ്താദിന് ഡ്രസ്സ് അലക്കാനുണ്ടോ, അങ്ങനെ നിരന്തരമായി ഉസ്താദിന്റെ പൊരുത്തം സമ്പാദിക്കുക. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ കൂടിയായ മർക്കസ് ഗാർഡന്റെ ജനറൽ മാനേജർ പ്രിയപ്പെട്ട നമ്മുടെ സ്വാലിഹ് അബൂ സ്വാലിഹ് സഖാഫ് എന്നോട് പറയാൻ, അള്ളാഹ് വീട്ടിലേക്ക് വരും, ഉസ്താദിന് ഹക്കീം ഉസ്താദ് ഉണ്ട് എന്നറിഞ്ഞാൽ ഉസ്താദിന് ഇഷ്ടം വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലാണ്. അപ്പൊ ഈ ഹാഫിള് സബീഹ് നൂറാനി നേരത്തെ ഉസ്താദിനെ വിളിച്ചു പറയും, ഉസ്താദെ ഹക്കീം ഉസ്താദ് വരുന്നുണ്ട്. അപ്പൊ നല്ല ഭക്ഷണം അവിടെ ഉണ്ടാക്കും. ആ ഭക്ഷണം എടുത്തു കൊണ്ടുവന്ന് ഉസ്താദിന് കൃത്യമായി കൊടുക്കും. അതിനുവേണ്ടി പിന്നീട് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി മനോഹരമാക്കി അത് വീണ്ടും അബൂ സ്വാലിഹ് സഖാഫി ഉസ്താദിന്റെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ നല്ല പുഞ്ചിരിക്കുന്ന ആ പൂമുഖവുമായി എല്ലാവരോടും നല്ല സ്വഭാവം, എല്ലാവരോടും നല്ല പെരുമാറ്റം. ബന്ധപ്പെട്ടവർക്കെല്ലാം സബീഹ് നൂറാനിയെ കുറിച്ച് പറയാനുള്ളത് നല്ലത് മാത്രമേ പറയാനുള്ളൂ. സബീഹ് നൂറാനിയെ കുറിച്ച് ഒരാൾക്കും മോശം പറയാനില്ല. എല്ലാ പരിചയപ്പെട്ട ആളുകളും എല്ലാ കുടുംബങ്ങളും സബീഹ് നൂറാനിയുടെ കുറെ കാലം ജീവിച്ചവരും അവനെ പരിചയപ്പെട്ടവരും എല്ലാം ആ മുതഅല്ലിമിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ.
അങ്ങനെ നല്ലത് മാത്രം പറഞ്ഞ്, നല്ലത് മാത്രം പഠിച്ച്, നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം ജീവിതത്തിൽ കൊണ്ടു നടന്ന്, അങ്ങനെ എല്ലാവരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിച്ച്, അങ്ങനെ മുതഅല്ലിമായി കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖളാ പ്രകാരം നാഥനായ റബ്ബിലേക്ക് യാത്രയാവുക എന്നത് അത് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യം കൂടിയാണ്. അള്ളാഹുവേ, അതിന്റെ എല്ലാ ഗുണങ്ങളും ഹാഫിള് സ്വബീഹ് നൂറാനിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ലാഹ്. സ്വബീഹ് നൂറാനി ക്രിയേറ്റ് ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അതിന്റെ തലവാചകം തന്നെ എഴുതിയിട്ടുള്ളത് ബന്ധങ്ങളെല്ലാം ഖബറിലേക്കുള്ളതായി മാറണമെന്നതാണ്. മാഷാ അല്ലാഹ്, ഞാനതിങ്ങനെ ചിന്തിച്ചു പോയി. ആ കൂട്ടുകാരൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ തലവാചകം തന്നെ അതിനു വേണ്ടി പ്രത്യേകമായി അതിൽ എഴുതി വച്ചിട്ടുള്ളത് സൗഹൃദ ബന്ധങ്ങളെല്ലാം ഖബറിലേക്ക് ഉപകാരമുള്ളതാകണം. നേരത്തെ അതിന് കൂടി കണക്ക് കൂട്ടിയ ഒരു എഴുത്ത് പോലെയാണ് എനിക്ക് ആ എഴുത്ത് തോന്നിയത്. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ഗുണങ്ങളും ഖബറിലേക്ക് നീ നൽകണേ റഹ്മാനെ. ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. ഒരാളുടെ സ്വഭാവവും ഒരാളുടെ ജീവിത രീതി നന്നാകുന്നത് മാതാപിതാക്കൾ നന്നാകുമ്പോഴാണ്. പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഒരു ഉപ്പ നന്നായാൽ, ഒരു ഉമ്മ നന്നായാൽ ആ ഉമ്മയിലും ആ ഉപ്പയിലും ഉണ്ടാകുന്ന മക്കളൊക്കെയും നന്നാവും. അതിൻ്റെ ഒരു പ്രധാന ബാബും പ്രധാന ഘടകവും അതാണ്. മാഷാ അല്ലാഹ്, അങ്ങനെ നല്ലൊരു ഉപ്പക്കും നല്ലൊരു ഉമ്മക്കും ജനിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നത് സ്വബീഹ് നൂറാനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു സ്വഭാവം പിന്നീട് വിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോൾ, പിന്നീട് ഇൽമ് പഠിച്ചപ്പോൾ സ്വബീഹ് നൂറാനിയിൽ അത് കൂടുതലായി ഉണ്ടായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായിരുന്നാലും സ്വാഭാവികമാണ്, സ്വന്തം മക്കൾ നാഥനായ റബ്ബിലേക്ക് യാത്രയാകുമ്പോൾ, വേണ്ടപ്പെട്ടവർ യാത്രയാകുമ്പോൾ കൽബിൽ ഒരു വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അള്ളാഹുവേ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട പിതാവ് സഖാഫി ഉസ്താദ്, അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെയും അതുപോലെ ഹാഫിള് സ്വബീഹ് നൂറാനിയുടെ ഉമ്മയുടെയും അതുപോലെ 2 സഹോദരിമാരുടെയും കുടുംബങ്ങളുടെയും എല്ലാവരുടെയും കൽബിൽ അള്ളാഹുവേ നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ലാഹ്. വലിയ ക്ഷമ നീ ഇട്ട് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പകരക്കാരായി സ്വബീഹ് നൂറാനിക്ക് പകരക്കാരായി അവരുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന് തന്നെ നീ വേണ്ടപ്പെട്ട ആളുകളെ നിശ്ചയിക്കണേ അല്ലാഹ്. എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ബലാ മുസീബത്തുകളിൽ നിന്നും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നാളെ ആഖിറത്തിലേക്ക്, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മുൻ വിരുന്നുകാരനായി നേരത്തെ യാത്ര പോയി ഉപ്പാനെയും ഉമ്മാനെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കാൻ വേണ്ടി വിരുന്നുകാരനായി നേരത്തെ പോയ ഒരു യാത്രക്കാരനായി അള്ളാഹുവേ, ഹാഫിള് സ്വബീഹ് നൂറാനിയെ എല്ലാ അർത്ഥത്തിലും നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മരണാനന്തരം ഹാഫിള് സ്വബീഹ് നൂറാനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാ! മാഷാ അല്ലാഹ്, എത്ര ഖത്മുകളാണ് ഓതുന്നത്, എത്ര ദിക്റുകളാണ് ചൊല്ലുന്നത്, എത്ര സ്ഥലങ്ങളിലാണ് ഹാഫിള് സ്വബീഹ് നൂറാനി അനുസ്മരിക്കുന്നത്. എവിടെയെല്ലാം കൂട്ടുകാരും നൂറാനികളും സുഹൃത്തുക്കളും സഖാഫികളും ഉസ്താദുമാരും നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ടോ, അവിടങ്ങളിലെല്ലാം ആ കൂട്ടുകാരനെ പറയുകയാണ്. അതിന്റെ ഗുണങ്ങളെല്ലാം അള്ളാഹുവേ, പ്രിയപ്പെട്ട കൂട്ടുകാരനിക്ക് നീ നൽകണേ അല്ലാഹ്. ഞാനും പലപ്പോഴായി ഹാഫിള് സ്വബീഹ് നൂറാനിയെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം വളരെ പുഞ്ചിരിക്കുന്ന സുസ്മേരവദനായി ആയിട്ട് മാത്രമേ പ്രിയപ്പെട്ട ആ മുതഅല്ലിമിനെ, ആ പൊന്നുമോനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ സ്വഭാവം നീ നല്ല സ്വഭാവമാക്കി തരണേ അല്ലാഹ്. നല്ല സ്വഭാവമാക്കി തരണേ അല്ലാഹ്. സ്വബീഹ് നൂറാനിയുടെ സ്വഭാവം പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം നീ ആക്കി മാറ്റണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഞാൻ